എല്ലാവർക്കും നമസ്കാരം. മലയാളീസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടവട അല്ലെങ്കിൽ പപ്പട ബോളിയാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മലയാളീസ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ചേരുവകൾ: അരിപ്പൊടി, ഇടിയപ്പം, അപ്പം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നത് മൈദ, കാശ്മീരി മുളക് പൊടി, കോൺഫ്ലവർ, ചെറുജീരകം, പെരുംജീരകം, കറുത്ത എള്ള്, ഗരം മസാല, വെളുത്തുള്ളി അരച്ചത്, കറിവേപ്പില, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കായപ്പൊടി, പപ്പടം, ഉപ്പ് എന്നിവയാണ് ചേരുവകൾ. പപ്പട ബോളി അല്ലെങ്കിൽ പപ്പടവട തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി, 1 കിലോ അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരുംജീരകം, ചെറുജീരകം, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കറുത്ത എള്ള് പൊടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരച്ചത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്, കുറച്ച് ചേർത്താൽ മതി. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാൻ. ഒരുപാട് വെള്ളമായിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അരിമാവിനും ദോശമാവിനും ഒക്കെ കുഴയ്ക്കുന്ന കണക്ക് അത്രയും തിക്കായിട്ട് മതി. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാടങ്ങ് ലൂസായി പോകരുത്. നമ്മൾ അരിമാവും ദോശമാവിനാണ് കുറച്ച് കട്ടിയായിട്ട് വേണം ഈ മാവ് മിക്സ് ചെയ്തെടുക്കാൻ. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് ചേർത്തതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്, പൊടിച്ചത്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു ചെറിയ ഉരുളിയോ ചെനിച്ചട്ടിയോ വെച്ച് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും വളരെ നല്ലതാണ്. നമ്മൾ റിച്ച് കമ്പനിയുടെ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പപ്പടം അതിലേക്ക് മുക്കി നമുക്കിടാം. പപ്പടം നല്ല വെയിലത്ത് വെച്ച് വന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ പപ്പട ബോളി ഇടാൻ മാവിലേക്ക് വെക്കേണ്ടത്. ഒന്ന് മുക്കി ഇങ്ങനെ ഉയർത്തി പിടിക്കണം. ആ മാവ് മൊത്തം വാർന്ന് താഴെ പോയതിന് ശേഷം വേണം നമ്മൾ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. അടുത്ത പപ്പടവും അതേപോലെ തന്നെ 2 സൈഡും മറിച്ചും തിരിച്ചിട്ട് പപ്പടം ഒന്ന് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന രീതി ഇട്ട് കഴിഞ്ഞാൽ നല്ല പപ്പട ബോളി കിട്ടില്ല, അല്ലെങ്കിൽ പപ്പടവട കിട്ടില്ല. അതുകൊണ്ട് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം വേണം പപ്പട ബോളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റുന്ന നമ്മൾ സാധാരണ പപ്പടം പൊരിക്കുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതൽ ടൈം ഇട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ജലാംശമൊക്കെ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്കത് കോരി ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വെയില കിട്ടുകയുള്ളൂ. ഇതാണ് പപ്പട ബോളി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.